താൻ പറഞ്ഞ പോലെ മേക്കപ്പും ഇട്ട ആരുടെ മുന്നിൽ പോയി നസീർ സാർ കരയില്ല. അതിന് ശാർക്കര ഭഗവതി അനുവദിക്കില്ല. ടിനി ടോം പ്രേം നസീറിനെതിരെ നടത്തിയ പരാമർശത്തിന് ഇതിലും നല്ലൊരു മറുപടി ഉണ്ടോ? ഈ വാക്കുകളിൽ നിറയുന്നത് ഒരു നാടിന്റെ സ്നേഹമാണ്, മതം നോക്കാതെ ഒന്നിക്കുന്ന മനസ്സുകളുടെ ഐക്യമാണ്. നാടിന്റെ ഭഗവതി ഹിന്ദുവിനും മുസൽമാനും ഒരുപോലെ തുണയാകും എന്ന മനോഹര ചിന്തയാണ്. ശാർക്കര എന്ന നാട്ടുകാരുടെ മനസ്സിന്റെ പുണ്യം. ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയിട്ടും ഇന്നും പ്രേം നസീറിനെ നെഞ്ചേറ്റുന്ന ശാർക്കര എന്ന ഗ്രാമം. പബ്ലിസിറ്റിക്ക് വേണ്ടി തിരക്കഥ തയ്യാറാക്കുമ്പോൾ ചിറയൻകീഴ് എന്ന ഗ്രാമത്തെക്കുറിച്ചും അവിടെ കുടികൊള്ളുന്ന ഗ്രാമദേവതയായ ശാർക്കര ഭഗവതിയെക്കുറിച്ചും ഒന്ന് തിരക്കണമായിരുന്നു എന്ന നടൻ ടിനി ടോമിന് മറുപടിയുമായി ശാർക്കര നാട്ടുകൂട്ടം പ്രസിഡന്റ് ഹരി ജി ശാർക്കരയുടെ മനോഹരമായ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ പറഞ്ഞ പ്രകാരം നസീർ സാറിന് അവസാന കാലം സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വന്നിരുന്ന് സങ്കടപ്പെടുന്നത് ശാർക്കര ഭഗവതിക്ക് മുന്നിലായിരിക്കുമെന്നും പോസ്റ്റിൽ ഹരി പറയുന്നു. പ്രേം നസീർ ഒരു സങ്കടം വന്നാൽ സിനിമ നിർമ്മിക്കാൻ റഷീദ് മുതലാളി, ശോഭന പരമേശ്വരൻ തുടങ്ങിയ വലിയ പ്രൊഡ്യൂസർമാർ ചിറയൻകീഴിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ നാട്ടുകാർ പിരിവെടുത്ത് സിനിമ നിർമ്മിക്കുമെന്ന് പ്രേം നസീറിനും അറിയാം. താൻ പറഞ്ഞ പോലെ മേക്കപ്പും ഇട്ട് ആരുടെ മുന്നിൽ പോയി കരയില്ല. അതിന് ശാർക്കര ഭഗവതി അനുവദിക്കില്ല. ശാർക്കര ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു ആനയെ നടക്കിരുത്തിയത് അദ്ദേഹമാണ്. ഒരു ക്ഷേത്രത്തിലെ ആനയുടെ പേര് നസീർ എന്നിട്ട നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് എന്നും ഹരി ജി ശാർക്കര വ്യക്തമാക്കി. വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. കാരണം ഒരു നാടിനെ, പ്രേം നസീർ എന്ന് പറയുന്ന ആ ഒരു കലാകാരന്, കലാകാരനെ ആ ഒരു നാടിന് എത്രമാത്രം വിലപ്പെട്ടതാണ്. മരിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റുന്ന നാട്ടുകാരാണ് അവിടെ ഉള്ളത് എന്നത് ആ വലിയ ആത്മാവിന്റെ ഒരു പുണ്യം തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആ നാട്ടുകാരോട് പെരുമാറിയ രീതി, അവരോട് നടത്തിയ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഹരി ജി ശാർക്കരയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയ വാചകങ്ങൾ വായിക്കാം. കാരണം ആ വാചകങ്ങൾക്ക് വളരെയധികം ജീവനുണ്ട്. ടിനി ടോമേ, നീ തൊട്ട് കളിച്ചത് ആരെ എന്നറിയാമോ? കലാഗ്രാമമായ ശാർക്കരയുടെ പുത്രനെയാണ്. ഇവിടെ തുള്ളൽപുരയിൽ കാളിയൂട്ടുനാളുകളിൽ കാളി നാടകം കണ്ടു വളർന്ന മഹാപ്രതിഭ ശാർക്കര ഭഗവതിയുടെ സ്വന്തം പുത്രൻ പ്രേം നസീറിനെയാണ്. സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ശാർക്കര ഭഗവതിയുടെ തിരുനടയിൽ പൂക്കെട്ടി ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ മഹാപ്രതിഭ ഇവിടെ തളരിട്ട് ഒരു മൊട്ടും വാടിക്കരിഞ്ഞിട്ടില്ല. ഭരത് ഗോപി, നാടകാചാര്യൻ ശങ്കരപ്പിള്ള, നടൻ GK പിള്ള, ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ, നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ, കുമാരനാശാൻ, ദളവ അയ്യപ്പൻ ചെമ്പകരാമൻ, കായംകുളം യുദ്ധം വിജയിപ്പിച്ച ആക്കോട്ട് ആശാൻ, ഗാനരചയിതാവ് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ തുടങ്ങി നിരവധി പേർ. അവർ ജനിച്ചു ധന്യമാക്കിയ മണ്ണാണ്. അസേ, അതായത് നസീർ സാർ, അസേയുടെ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഖദീജ തിയേറ്റർ, സജന തിയേറ്റർ തുടങ്ങിയവയുടെ മുതലാളി ശ്രീ റഷീദ് പ്രേം നസീറിന്റെ അടുത്ത ബന്ധുവാണ്. കൊറിയോഗ്രാഫർ സജന നജാബിന്റെ ഉപ്പുപ. ചിറയൻകീഴിൽ നാട്ടുകാർക്ക് വേണ്ടി നസീർ സാർ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും നിർമ്മിച്ചു കൊടുത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. താൻ പറഞ്ഞ പ്രകാരം അവസാനകാലം നസീർ സാറിന് സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വന്നിരുന്ന് സങ്കടപ്പെടുന്നത് ശാർക്കര ഭഗവതിക്ക് മുന്നിലായിരിക്കും. അദ്ദേഹത്തിന് സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ സിനിമ നിർമ്മിക്കാൻ വൻകിട പ്രൊഡ്യൂസർമാർ ചിറയൻകീഴിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നാട്ടുകാർ പിരിവെടുത്ത് സിനിമ നിർമ്മിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം. മേക്കപ്പ് ഇട്ട് താൻ പറഞ്ഞ പോലെ ആരുടെ മുന്നിൽ പോയി അദ്ദേഹം കരയില്ല. ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു ആനയെ നടക്കിരുത്തിയത് അദ്ദേഹമാണ്. ഒരു ക്ഷേത്രത്തിലെ ആനയുടെ പേര് നസീർ എന്നിട്ട് നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. നീ പബ്ലിസിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് മുൻപ് ചിറയൻകീഴ് എന്ന ഗ്രാമത്തെക്കുറിച്ചും അവിടെ കുടികൊള്ളുന്ന ഗ്രാമദേവതയായ ശാർക്കര ഭഗവതിയെക്കുറിച്ചും ഒന്ന് തിരക്കിയിട്ട് മതിയായിരുന്നു. ഇത് ജാതി മത ചിന്തകൾക്ക് അതീതമായ നാടാണ്. ശാർക്കര ഭഗവതിയുടെ കൃപാകടാക്ഷം ഏറ്റുവാങ്ങിയ നാടാണ്. അന്നും ഇന്നും നാടിനു വേണ്ടി ഇറങ്ങുന്ന സമ്പന്നന്മാരാൽ ധന്യമായ നാടാണ്. രാജസ്ഥാൻ മാർബിൾ, വിഷ്ണു ഭക്തൻ, ഫാമിലി പ്ലാസ്റ്റിക്, സിംസൺ തുടങ്ങി ഒട്ടനവധി ഈ തലമുറയുടെ കോടീശ്വരന്മാർ ഉൾപ്പെട്ട നാടാണ്. അന്നും ഇന്നും ഇവിടത്തെ ഒരു കലാകാരന് സങ്കടം വന്നാൽ പരിഹരിക്കാൻ ശാർക്കര ഭഗവതിയും ചിറയൻകീഴിലെ നാട്ടുകാരും കൂടെ ഉണ്ടാകും. താൻ വിഷമിക്കേണ്ട, ഇന്നും പ്രശസ്തരായ നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന നാടാണ് ചിറയൻകീഴ്. ഞങ്ങൾ ചിറയൻകീഴുകാർ, പ്രത്യേകിച്ച് ശാർക്കരക്കാർ അങ്ങനെ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ എഴുതിയില്ലെങ്കിൽ അത് നന്ദികേടാകും, ഈ നാടിന് മൊത്തം അപമാനമാകും. ഇത് ചിറയൻകീഴിന്റെ, പ്രത്യേകിച്ച് ശാർക്കരയിലെ നാട്ടുകാരുടെ മറുപടിയായി കരുതിയാൽ മതി. സ്നേഹത്തോടെ ഹരി ജി ശാർക്കര, പ്രസിഡന്റ് ശാർക്കര നാട്ടുകൂട്ടം. എങ്ങനെയാവണം നാട്ടുകാർ? ഒരു കലാകാരനെ അദ്ദേഹം മരിച്ച് മണ്ണോട് ചേർന്നതിന് ശേഷവും അപമാനിച്ചാൽ ആരാണെന്ന് നോക്കാതെ, മുഖത്തും നോക്കാതെ മറുപടി പറയുന്ന ചുണക്കുട്ടികളായിരിക്കണം ഒരു നാടിനുണ്ടാവേണ്ടത്. ശരിക്കും ശാർക്കരക്കാരെ കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നു, സ്നേഹം തോന്നുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.